തന്നെയാണ് ഖുർആൻ ഈ ആയത്ത് സൂറത്തിലും പറയുന്നത്. ക്ഷമിക്കാൻ വേണ്ടി പരസ്പരം വസിയ്യത്ത് ചെയ്യുകയും എല്ലാവരും നല്ല ക്ഷമാപൂർവം എന്ത് അധ്വാനിച്ചാലും പ്രയാസപ്പെട്ടാലും അതിനെല്ലാം ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹ്. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്കുന്നവർക്കാണ് സ്വർഗം. ക്ഷമ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം ചെയ്യാൻ ക്ഷമ വേണം, 5 വഖ്ത് നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. മറ്റുള്ളവരൊക്കെ കളിക്കുമ്പോ നമുക്ക് നിസ്കരിക്കാൻ പോകണം, മറ്റുള്ളവർ പ്രകടനം നടത്തുമ്പോ നമ്മുടെ നിസ്കാരം ഖളാ ആകാതിരിക്കണം, ക്ഷമ വേണം. ഭാര്യമാരും മനസ്സിനിഷ്ടപ്പെടാത്തത് പറയുമ്പോൾ ക്ഷമിക്കാൻ അതിന് നല്ല ഈമാനും തഖ്വയും വേണം. ഭർത്താവ് വേദനിപ്പിക്കുന്നത് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ തുടങ്ങിയിട്ട് എവിടെയും നല്ലത് കാര്യം ചെയ്യാൻ ക്ഷമ വേണം, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. അങ്ങനെ നല്ല ക്ഷമയോടുകൂടി ആ ജീവിതം നയിക്കണം. അങ്ങനെ വരുമ്പോൾ അവർക്കാണ് പടച്ച റബ്ബ് സ്വർഗം വെച്ചത് കേട്ടോ. ആ സ്വർഗത്തിൽ കിടക്കുന്ന കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, ഫഅമ്മല്ലദീന ബിയല്ലത്ത് വജൂഹുഹും ഫഫീ റഹ്മ